വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി. എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഇതുപോലൊരു കോൾഗേറ്റിൻ്റെ ബോക്സ്. ഓടിപ്പോയെടുത്താൽ നമുക്ക് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയതുകൊണ്ട് കോൾഗേറ്റിൻ്റെ ബോക്സ് രണ്ടായിട്ട് മുറിച്ച് നമുക്കതിനെ കവർ ചെയ്തെടുക്കാം. വരയ്ക്കാൻ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിൽ നമുക്ക് കളർ പേപ്പറിൽ ഞാനിത് ചെയ്തതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് വരയ്ക്കാം. ഇപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർ കൂട്ടുകാരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഗിഫ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് പൊതിഞ്ഞ് കവർ ചെയ്താലും മതിയാകും. എനിക്ക് പശയേക്കാൾ ഇഷ്ടം സെല്ലോ ടേപ്പ്, അതുകൊണ്ടാണ് ഞാനിവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് കവർ ചെയ്തെടുക്കാം. പിന്നെ സൈഡിൽ ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുവാണെങ്കിൽ നല്ല നീറ്റായിട്ടിരിക്കും. കോർണറിൽ ഇതുപോലെ മുറിച്ചിട്ട് ഒന്ന് സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ അത് പൊങ്ങി നിൽക്കാതെ നല്ല നീറ്റായിട്ട് നിന്നോളും. മുറിച്ചെടുത്തിട്ടുള്ള രണ്ട് ബോക്സും നമ്മളിതുപോലെ കവർ ചെയ്തിട്ട് എടുക്കണം. കോൾഗേറ്റിൻ്റെ ബോക്സ് മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ അതിൻ്റെ ഒരു വശത്തിന് ഇച്ചിരി വീതി കൂടുതലുണ്ട്. ആ വീതിയുള്ള ഭാഗത്തിൻ്റെ അതേ അളവനുസരിച്ച് വേണം രണ്ട് ബോക്സസും മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ബോക്സിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളിത് മുറിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ബോക്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കൊടുത്ത് നോക്കൂ കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ബോക്സും കവർ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട്. നമുക്ക് ഈ ഒരു ബോക്സ് മറ്റൊരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. പകുതി നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് 2 ജോഡി കമ്മലുകളാണ്. അപ്പോൾ ഞാനത് നല്ലൊരു ഭംഗിയുള്ളൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെച്ച് കൊടുത്തിട്ട് നമുക്കത് പയ്യെ താത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഗിഫ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.